അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗ്ഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിലെ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ നീ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവെ,
ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. അവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാതെ സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരെ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പൊറുതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരം നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. അതായത് ഈ ഇന്ത്യൻ ആത്മീയ മീമാംസകളിലെ ചില ന്യായങ്ങളുണ്ട്. ന്യായം എന്ന് വെച്ചാൽ മെത്തേഡ്, രീതികൾ. ഇപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ച് വരുന്ന രീതികൾ. ഇപ്പോൾ അതിനൊരു ഒരു രീതിയാണ് മർക്കടൻ ന്യായം. നിങ്ങൾ കേട്ട് കാണാം. മർക്കടൻ ന്യായം എന്ന് വെച്ചാൽ പിന്നെ ഒരു മാർജാര ന്യായം എന്ന് വെച്ചാൽ മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങ് കുഞ്ഞിനെ ഉയർന്ന കമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എടുത്ത് മുതുകത്ത് വെക്കും, അല്ലേ? എടുത്ത് മുതുകത്ത് വെച്ചിട്ട് കുരങ്ങ് ഇങ്ങനെ കുതുകാലിൽ ചാടി മുകളിലത്തെ കൊമ്പിൽ പോയിരിക്കും. അപ്പോൾ കുഞ്ഞ് മുതുകത്ത് അള്ളിപ്പിടിച്ചിരുന്നാലേ ഈ തള്ളക്കുരങ്ങൻ്റെ ഒപ്പം അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അള്ളിപ്പിടിച്ചിരുന്നില്ലെങ്കിൽ കുഞ്ഞ് തെറിച്ചു പോകും. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ഉണ്ട്. ഇനി പൂച്ച എങ്ങനെ ചെയ്യണം? മാർജാര ന്യായം എന്താണ്? മാർജാര ന്യായത്തിൽ ഇപ്പോൾ പൂച്ച അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മച്ചും പുറത്തേക്ക് പോണത് മുതുകത്ത് ഇരുത്തിയല്ല, മറിച്ച് എങ്ങനെയാണ്? കടിച്ചുകൊണ്ടാണ് പോണത്. അപ്പോൾ അവിടെ കൊച്ചിനൊന്നും ചെയ്യാനില്ല, അമ്മയാണ് എല്ലാം ചെയ്യണത്, അല്ലേ? തള്ളപ്പൂച്ചയാണ് കടിക്കണേ. ഇതിനെ മാർജാര ന്യായം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മീയത വളരുന്നതിന് 2 ന്യായങ്ങൾ ഉപയോഗിക്കാം. കുരങ്ങിനെ പോലെ നമ്മൾ ദൈവത്തെ പിടിവിടാതെ വിശുദ്ധിയോടെ പരസ്യ പ്രവർത്തനങ്ങളോടെ ദൈവത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും, ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. മറ്റത് നമ്മളൊന്നും ചെയ്യത്തില്ല, അവിടെ നമുക്ക് റോളില്ല. ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കഴിവിന് വലിയ അർത്ഥമില്ല. ദൈവം തന്നെ നമ്മളെ സഹായിക്കണം. ദൈവം തന്നെ, തള്ളപ്പൂച്ച തന്നെ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതുപോലെ അവിടെ ദൈവത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ നമ്മളിതിൽ ഇപ്പോൾ ചില വചനങ്ങളൊക്കെ ദൈവത്തിൻ്റെ മാത്രം ഈ മാർജാര ന്യായത്തിൽ ചെയ്തിരിക്കുന്ന കുറേ വചനങ്ങളുണ്ട്. ബൈബിളിലുണ്ടത്. ജെറമിയ 29:14 എടുത്തേ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇവിടെയാണ് മാർജാര ന്യായമാണത്. അതായത് ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് പറയണത്, അല്ലേ? അപ്പം നമ്മൾ ദൈവത്തെ ആഗ്രഹിച്ചാൽ ചില നമുക്ക് കണ്ടെത്താൻ ഒരു ടൈം കഴിഞ്ഞാലേ അത് ആത്മീയത വളർച്ചയുടെ ഒരു ഉയർന്ന ഘട്ടങ്ങളിൽ ഇത് വരണമെന്നാണ് തോന്നുന്നത്. അതായത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തും. ഇപ്പോൾ എബ്രഹാത്തിനൊക്കെ അങ്ങനെയല്ല ചെയ്തത്. എബ്രഹാത്തിന് ദൈവത്തെക്കുറിച്ച് വലിയ കൺസെപ്റ്റില്ലായിരുന്നില്ല. അപ്പം ആത്മീയതയുടെ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും മാർജാര ന്യായമാണ് ആപ്ലിക്കേഷൻ വരണത്. ആദ്യഘട്ടത്തിൽ എബ്രഹാത്തിന് അറിയത്തില്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോഴാണ് എബ്രഹാത്തിന് ദൈവത്തെ മനസ്സിലായത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്നൊരു ആഗ്രഹം ഉണ്ടാകണം,
എബ്രാഹത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഈ മ്ലേച്ഛമായ ജീവിത രീതിയൊക്കെ ഏത് കാരണം എബ്രാഹത്തിന് ഇതല്ല ജീവിതം എന്നുള്ള ഇതിനേക്കാൾ സത്യസന്ധമായ ഒരു ജീവിതത്തിൻ്റെ തീരത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം പറയണത്, നിൻ്റെ മനസ്സിൽ ആഗ്രഹം പോലെ ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരാം, അവിടെ നീ പെരുകും, എൻ്റെ വചനമനുസരിച്ച് നിനക്ക് അവിടെ ജീവിക്കാം, അതാണ് നിൻ്റെ വാഗ്ദാന നാട് എന്നൊക്കെ പറയണത്. അത് ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണതാണ്. അതുപോലെ ഈ പാപത്തിൻ്റെ കാര്യവും ഇങ്ങനെയാണ്. നമ്മളീ പാപത്തിന് അയ്യോ ദൈവമേ ഞാൻ പാപിയാണല്ലോ എന്നെ സഹായിക്കണേ, ഞാൻ ഇടയ്ക്കൊക്കെ പാപത്ത് വീഴുന്നുണ്ടല്ലോ, എന്നെ ആര് രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ അന്തരംഗത്തിലെ പ്രാർത്ഥനയില്ലേ, ആര് രക്ഷിക്കുമെന്ന്. റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ, അതെ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും. അതാണ് അത് ഉള്ളിൽ നമുക്ക് പാപകരമായ അവസ്ഥയിൽ നിന്ന് ആരും മോചിപ്പിക്കും എന്ന് നമുക്ക് അന്തരാത്മാവിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കാച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 103:12 എടുത്തേ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. അതാണ് വിഷയം. പാപങ്ങൾ ഇപ്പം ഞാൻ പാപത്തിലാണല്ലോ, പാപജീവിതത്തിൽ അകപ്പെടി, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പാപികളാണല്ലോ. ഇപ്പം നീ ചെന്ന് കല്യാണം കഴിച്ച് ചെന്നൊക്കെ വീട് ഞായറാഴ്ച കുർബാന പോലും ഇല്ലാത്ത വീടായിരിക്കും. അവർക്ക് കുടുംബപ്രാർത്ഥനയൊക്കെ അത് ഷെയിമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെക്കൊണ്ട് പോലും അവർ ചെയ്യിക്കരുത്, ആക്ഷേപിക്കും. പള്ളിയിൽ പോയി ഞങ്ങൾ പാപികളെന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഇവനൊക്കെ പുഴുത്ത് പട്ടി ചാനകൾ കഷ്ടമായിട്ട് ഞാൻ ചാകത്തുള്ളൂ, അപ്പോൾ നിങ്ങളോട് അച്ഛൻ ശപിക്കുക. അങ്ങനെയല്ല, എനിക്ക് 40 വർഷത്തെ ഇടവക ജീവിതവും ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് കണ്ടിട്ടുണ്ട്. അവർ ഇതുപോലെ നല്ല തണ്ടും തണിയും പാർട്ടിയും പൊന്നും പണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ദൈവത്തെ തള്ളിപ്പറയും. ഇതിൽ അവൻ്റെയൊക്കെ കുറ്റബോധം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കും. പക്ഷേ ഇവനൊക്കെ അവസാനം ചെന്ന് ചാർന്ന കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഞാൻ തന്നെ പെട്ടിലെടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ ഓരോരോ പള്ളി ചെല്ലുമ്പോഴും ഓരോ ഇടവക ചെല്ലുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഓരോ ആൾക്കാരുടെ പലതരം ആൾക്കാർ, എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്, ദൈവത്തിന് എതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ ചെല്ലുമ്പോൾ ദൈവം ഈ നരകത്തിൽ എങ്ങനെ ജീവിക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ഈ ഒരു പ്രൊവിഷൻ കൊടുക്കണം. എന്താണ്? ഈ പാപകരമായ കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എന്തുമാത്രം അകന്നിരിക്കുന്നു, അതുപോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. ദൈവം അകറ്റി നിർത്തിയെന്ന്. ഇപ്പം നമ്മൾ അകറ്റി നിർത്താൻ ചില സമയത്ത് നമുക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് ബലഹീനമായി പോയാലും നിനക്ക് ദൈവത്തിന് ഒരു ആശ്രയം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ, ഇപ്പം ഞാൻ തന്നെ ഓർക്കും, ഈ പള്ളി കുർബാനയ്ക്ക് എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ, ശരിക്കും പറഞ്ഞാൽ വലിയ പിഴയെന്ന് അങ്ങനെ എല്ലാവരും അടിക്കാൻ അവർക്ക് വലിയ പാപം ചെയ്തവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് പ്രാർത്ഥനയുടെ രീതിയിൽ ചെയ്യണതാണ്. പക്ഷേ എന്തോ വലിയ പിഴ ചെയ്യാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നീ കൃപയിലാണ്, കർത്താവിൻ്റെ സന്ധിപ്പിലാണെന്ന് ഓർക്കണം. വലിയ പിഴയൊന്നും ഇല്ലല്ലോ നിനക്ക്. അതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി ദൈവത്തോട് പറഞ്ഞ കർത്താവ്, ഞാൻ എൻ്റെ എല്ലാവരും അഴിമതിയും അനീതിയും എൻ്റെ പങ്ക് പറ്റി ഞാനവിടെ എതിരെ കാശ് മേടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഞാനവിടെ നോട്ടപ്പുള്ളിയാകും. എനിക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദൈവത്തോട് പറയണം. കാര്യം ഓരോരോ സ്ഥലത്തൊക്കെ ഓഫീസിലൊക്കെ വരുന്നവരെ അവർ വൈകുന്നേരം വരുമ്പോൾ അവിടെ വലിപ്പിൽ 10, 500, 5000 രൂപയൊക്കെ കിടക്കും. അത് പങ്കിട്ടെടുക്കണം. അഴിമതി നടത്തിയതിനും അതിൻ്റെ പേര് പങ്കിട്ടെടുക്കണം. എല്ലാ ഓഫീസൊന്നും ഇല്ല, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയണത്. പക്ഷേ എന്നാലും നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടാ? അവിടെ പരപീഡയല്ലേ ഇത് എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ കണ്ണിനോട് പ്രാർത്ഥിച്ചാൽ ആ സിറ്റുവേഷൻ നമ്മൾ ദൈവം മാറ്റും. പക്ഷെ നമ്മൾ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കണം. കാര്യം ദൈവം മാറ്റും എന്നുള്ളതാണ് ഈ സങ്കീർത്തനം 3:12 ഞാനും അനേകം മക്കളുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കത്തേ ഉള്ളു. ഈ അനുതാപം, പാപം പോലും നമ്മളിന്ന് മാറ്റണ ദൈവത്തിന് റോളുണ്ട്. അതൊരു മാർജാരന്യായമാണ്.
അതുപോലെ അനുതാപം നൽകുന്നതിന് ദൈവത്തിന് റോളുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് മാറാതെ സത്യം ആഗ്രഹിച്ചാൽ എപ്പോഴായാലും നമ്മളെ ദൈവം സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് ഫാദർ തോമസ് എട്ടിയിൽ. ഞാൻ വിൻസെൻഷൻ സഭാംഗമാണ്. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് ഒരു പ്രോമിസ് എടുത്തിരുന്നു. ഞാൻ ഗുവാഹട്ടിയിൽ വിൻസെൻഷൻ സഭയ്ക്ക് ഗുവാഹട്ടിയിൽ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അപ്പം ഞാൻ അവിടെ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. എൻ്റെ വീട്ടിൽ മമ്മി എപ്പോഴും കൃപാസനത്തിൽ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും വീട്ടിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മമ്മിയോട് ചിലപ്പോഴൊക്കെ ആർഗ്യുമെൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ കൃപാസനത്തിൻ്റെ പ്രത്യേകത എന്താ? മറ്റെല്ലാ സ്ഥലങ്ങളിലും മാതാവുണ്ടല്ലോ. അപ്പം ഒരു പ്രത്യേകത അതിനുവേണ്ടി ഞാനധികമൊന്നും കണ്ടിട്ടില്ല. എൻ്റെ വിശ്വാസം അത്രമാത്രം ആഴമായിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ പ്രാർത്ഥനയും ശുശ്രൂഷയും എല്ലാം അതുപോലെ തന്നെ അതിൻ്റെ മുറയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ മമ്മിയുടെ പ്രത്യേകമായിട്ടുള്ള വിശ്വാസം, മമ്മി മാതൃ സേവനവും ശുശ്രൂഷയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയിരിക്കെ എൻ്റെ ചേട്ടന് കഴിഞ്ഞ 2 മാസത്തോളം ശക്തമായ ചുമയായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും പോയി പല മെഡിസിൻസും മാറി മാറി ഉപയോഗിച്ചു. അതിലൊന്നും മാറ്റമില്ല. അപ്പം ഇത് ക്യാൻസർ ആണോ എന്ന് പോലും അവിടെയുള്ള ചില ഡോക്ടേഴ്സ് പോലും സംശയിച്ചു. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. ചേട്ടൻ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി. വേണ്ട ചെക്കപ്പൊക്കെ നടക്കുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാവരും അവിടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യേകമായ വിധം മമ്മി പ്രത്യേകമായ വിധം പ്രോമിസ് എടുക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ചെക്കപ്പിൽ ഡോക്ടേഴ്സ് യാതൊരുവിധ കുഴപ്പമില്ല എന്ന രീതിയിൽ അത്ഭുതകരമായ വിധം ചേട്ടന് അതിൽ നിന്ന്, ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ വീട്ടിലുള്ളവർക്കെല്ലാം കൂടുതൽ വിശ്വാസമായി. എനിക്കും അതിലേറെയുള്ള വിശ്വാസമായി. പ്രത്യേകിച്ച് കൃപാസനത്തിലുള്ള ഈ പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ടുള്ള വിശ്വാസമായി. അങ്ങനെ എൻ്റെ IELTS ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ഈ നാളുകളിൽ അവിടുന്ന് ട്രാൻസ്ഫറായി ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുമ്പോൾ IELTS എക്സാം എഴുതേണ്ടതൊരാവശ്യമാണ്. അപ്പം IELTS എക്സാം പൊതുവേ എനിക്ക് സ്കൂളിലും ഡിഗ്രിക്കുമൊക്കെ അത്യാവശ്യം നല്ല മാർക്കുള്ളതുകൊണ്ട് ഞാൻ അത്ര കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ വളരെ നിസ്സാരമായ രീതിയിൽ പരീക്ഷ എഴുതാമെന്ന് കരുതി. എന്നിരുന്നാലും എൻ്റെ കൂട്ടായ്മയിലുള്ള പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരീക്ഷ എറണാകുളത്ത് വെച്ചായിരുന്നു പരീക്ഷ. ആ പരീക്ഷയിൽ ഞാൻ 2 വിഷയത്തിന് തോറ്റു. പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞപ്പം മറ്റുള്ളവരോട് പറയാൻ എനിക്കൊരു മടി. കർത്താവ് എനിക്ക് എളിമപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അപ്പം എന്നാലും ഒരുങ്ങാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ടോ ഞാൻ ശ്രമിച്ചില്ല. ഒരു കോൺഫിഡൻസോട് കൂടി വീണ്ടും ഒരു 3-4 ദിവസത്തിന് ശേഷം വീണ്ടും കൽക്കട്ടയിൽ അടുത്ത ഒരു സ്ലോട്ട് എടുത്തു. അവിടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. പ്രാർത്ഥനയൊക്കെ ഒരുപാട് നടത്തി. എന്നിരുന്നാലും ആ 2ാമത്തെ എക്സാമിനും തോറ്റു. 2ാമത്തെ എക്സാം തോറ്റു കഴിഞ്ഞപ്പം എനിക്ക് മറ്റാരോടും പറയാൻ വേണ്ടിയിട്ട് വല്ലാത്ത മടി. കാരണം അച്ഛനാണ്. IELTS എക്സാമിന് തോറ്റ കാര്യം മറ്റുള്ളവരോട് എങ്ങനെ പറയും? അപ്പം UK ശുശ്രൂഷയ്ക്ക് പോകുമ്പം അത് ഏറെ ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ചേട്ടനുമായിട്ട് സംസാരിച്ചു, മമ്മിയായിട്ട് സംസാരിച്ചു. മമ്മിയോട് പറഞ്ഞു ഓൺലൈനായിട്ട് കൃപാസനത്തിൽ ഒരു കൃപാസനത്തിൻ്റെ ഈ ഉടമ്പടിയിൽ ഭാഗമാകുക. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ഓൺലൈനായിട്ട് ഒരു ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന അവസരത്തിൽ അത് തന്നെ എൻ്റെ തീരുമാനങ്ങളെയും എൻ്റെ മനസ്സിനെയൊക്കെ ഒരുപാട് മാറ്റി. പ്രത്യേകിച്ച് എൻ്റെ ആറ്റിറ്റ്യൂഡ്. രാവിലെ എഴുന്നേറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അച്ഛന്മാർക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകമാംവിധം കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ കൂടുതൽ വളരുവാൻ വേണ്ടി അതെന്നെ സഹായിച്ചു. കൂടുതൽ സമയം ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രേരണ എനിക്ക് ലഭിച്ചു. അങ്ങനെ എനിക്ക് തോന്നി കൂടുതൽ കർത്താവിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കിയെന്ന്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, കർത്താവെ നിനക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്.
ഇത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഈ പരീക്ഷയിൽ നിന്ന് പാസ്സാക്കുക. അതിനേക്കാളേറെയുള്ള മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടൊരു മടി, ഈ പരീക്ഷയെക്കുറിച്ച് പറയാൻ, പരീക്ഷ 3ാമത് പരീക്ഷ എഴുതുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു മടിയും ഒരു നാണക്കേടുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ കൽക്കട്ടയ്ക്ക് വീണ്ടും പോകണം പരീക്ഷയ്ക്ക് വേണ്ടി. ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ പോകാൻ സാധിക്കാനുള്ള യാതൊരുവിധ സാധ്യതയില്ല. അഥവാ തോറ്റിട്ടുണ്ടെങ്കിൽ ഇനി കൽക്കട്ടയിൽ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ഇവിടേക്ക് വന്നു. ഇവിടെ നിന്നാണ് ഇംഗ്ലണ്ടിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കൽക്കട്ടയ്ക്ക് പോവുക അത് ബുദ്ധിമുട്ടാണ്. ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകുക, ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളും അതിനുണ്ടല്ലോ ഓരോ പരീക്ഷ എഴുതുമ്പോഴും. അപ്പോൾ ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ടോടുകൂടി ഒത്തിരി ആകുലതയോട് കൂടിയിട്ടാണ് ഞാൻ പരീക്ഷ ഹാളിലേക്ക് പോകുന്നത്. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പം ബാക്കി എല്ലാവരും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ എടുത്ത് ആണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് വരുന്നു. ഞാൻ ബൈബിൾ മാത്രം എടുത്തു, ബൈബിളും കൊന്തയും മാത്രം. എനിക്ക് പരീക്ഷയ്ക്ക് മുമ്പ് 1.5-2 മണിക്കൂർ സമയം കിട്ടി. ഈ 2 മണിക്കൂർ സമയം ബൈബിൾ വായിക്കാനും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ശരിക്കും ഒരുങ്ങാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രത്യേകമായിട്ടുള്ള പ്രേരണ എനിക്ക് നൽകി. അങ്ങനെ നല്ല ഒരുക്കത്തോടു കൂടി, നല്ല കോൺഫിഡൻസോടു കൂടി ഞാൻ പരീക്ഷയ്ക്ക് പോവുകയാണ്. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, എൻ്റെ എല്ലാ നിയോഗവും ഞാൻ എഴുതി അൾത്താരയിൽ വയ്ക്കുക. ആ നിയോഗങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സാധിച്ചു തന്നിട്ടുമുണ്ട്. ഞാനങ്ങനെ ഈ നിയോഗവും അൾത്താരയിൽ എഴുതി വെച്ചു. പ്രത്യേക നിയോഗത്തോടുകൂടി പരീക്ഷാ ഹാളിലെത്തി. അവിടെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്സാം ഞാൻ ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ തല കുനിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഞാൻ എന്നോട് തന്നെ ചിന്തിച്ചു, എന്താണ് സംഭവിക്കുന്നത്? പരീക്ഷയ്ക്ക് വേണ്ടി അത് ഒരുങ്ങിയിട്ടില്ല. ടെൻഷനാണെങ്കിൽ 10ാം ക്ലാസ്സിലെ പിള്ളേർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ടെൻഷനോട് കൂടി പരീക്ഷ എഴുതുന്നു. അപ്പം ഇനി എങ്ങനെ മുന്നോട്ട് ഇത് പരീക്ഷ എങ്ങനെ എഴുതും എന്നൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടി ഞാൻ പുറത്തിറങ്ങിയേ. എൻ്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ആ പരീക്ഷ എഴുതി കഴിഞ്ഞ് എന്നെ വിളിച്ചു, അച്ഛാ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 7 അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി 8ാമതൊരു അത്ഭുതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി സാധ്യതയുള്ളൂ. കാരണം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരീക്ഷ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ചില അച്ഛന്മാർ എൻ്റെ അടുത്ത് അറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്ത് അച്ഛന്മാർ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് കുർബാന ചൊല്ലി മുട്ടുകുത്തി കുർബാന ചൊല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു, അനേകം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിനോട് പ്രത്യേകമായിട്ട് ഉടമ്പടി നേർന്നു. അങ്ങനെ പരീക്ഷാ സമയത്തിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് ദിവസം തന്നെ അറിയും. കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. അടുത്ത ദിവസം തന്നെ എക്സാം അറിയും. അന്ന് വൈകുന്നേര സമയത്ത് ഞങ്ങൾക്കൊരു ആരാധന ഉണ്ടായിരുന്നു. ആരാധന സമയത്ത് ഞാൻ അൾത്താരയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഓൾട്ടറിൽ എൻ്റെ പാസ്പോർട്ടും അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തിട്ട് അന്ന് വൈകിട്ട് വേണം എനിക്ക് റിസൾട്ട് അറിയാൻ. അത് ഞാൻ അൾത്താരയിൽ വെച്ചു. അതിനുശേഷം ഞാൻ ആരാധനയ്ക്ക് പോയി. ആരാധന അവസരത്തിൽ ഇങ്ങനെ എനിക്കൊരു പ്രേരണ കിട്ടി. ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു പ്രോമിസ് ചെയ്തു, ഞാൻ ഈ എക്സാം പാസ്സാകുവാണെങ്കിൽ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ ഒരു പ്രോമിസ് എടുത്തു. അങ്ങനെ 1 മണിക്കൂർ ആരാധനയ്ക്ക് ശേഷം ഞാൻ പള്ളിയിൽ വന്ന് എൻ്റെ മൊബൈൽ ഫോൺ തുറന്ന് അതിൻ്റെ റിസൾട്ടിൻ്റെ ടൈം ചെക്ക് ചെയ്തപ്പം എനിക്ക് നല്ല വിജയത്തോടു കൂടി, നല്ല മാർക്കോടു കൂടി പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കൃപ കർത്താവ് എനിക്ക് നൽകി. അതിനേക്കാളേറെ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും അതുപോലെ കൂടുതൽ കർത്താവിനോട് അടുത്ത് ആയിരിക്കാൻ വേണ്ടി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഒപ്പം തന്നെ ഞാൻ പ്രത്യേകം അമിതം ഈ കൃപാസന മാതാവിനോട്, ഈശോയോട് പ്രത്യേകമായി കടപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ മമ്മിയുടെ കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ സ്ഥിരമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. ഇതൊക്കെ സാധാരണമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. മാതാവെല്ലാം ഒന്ന് തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല എന്ന് കരുതിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ എല്ലാം കർത്താവ് തിരുത്തി എഴുതി. ഞാൻ പ്രത്യേകം അമിതം കൃപാസന മാതാവിന് നന്ദി പറയുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടി പ്രകാരം ചില ഉടമ്പടിയുടെ 6 കാര്യങ്ങൾ ചെയ്തു ചെയ്യുവാനുള്ള 6 കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു. അങ്ങനെ 6 കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് അത് നിവർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിരുന്നു. അപ്പം പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി പ്രത്യേകം വിധം ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ
എല്ലാ ആഴ്ചയിലും ഏറ്റവും കുറഞ്ഞ പക്ഷം കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ആവുന്ന രീതിയിലുള്ള എൻ്റെ ലിമിറ്റ് വെച്ചുള്ള രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. അതിനും മാതാവിൻ്റെ പ്രത്യേക പ്രേരണയ്ക്കും പ്രചോദനത്തിനും പ്രത്യേകം അമിതം ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. ഫാദർ തോമസ് VC സഭാംഗമായ ഗുവാഹട്ടി പ്രോവിൻസിലെ തോമസ് അച്ഛൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയായ അച്ഛനെ എന്തു തന്നെ ചോദിച്ചാലും ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ഒരുപാട് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുന്ന ഒരച്ഛനാണ്. പരിശുദ്ധ അമ്മയോട് VC സഭാംഗങ്ങൾക്ക് പ്രത്യേകമായൊരു മമതയും സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ളതാണ്. പക്ഷേ തൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ആഗ്രഹം, ഒരാവശ്യമുണ്ടായത് IELTS പാസ്സാകുക എന്നുള്ളതായിരുന്നു. 2 പ്രാവശ്യം ഫെയിലായപ്പോഴാണ് അമ്മയും കുടുംബാംഗങ്ങളും നിരന്തരമായി അച്ഛനോട് പറഞ്ഞു, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉടൻ പരിഹാരമുണ്ടാകും. അപ്പോൾ സന്യസ്തർക്കും വൈദികർക്കുമുള്ള ഒരു പ്രശ്നമെന്ന്, ഇതിനെന്തിന് അവിടെയും ഇവിടെയും പോകണം, ഞാൻ കുർബാന അർപ്പിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ. അങ്ങനെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഇതിനോടൊപ്പം ഉണ്ടാകുക സാധാരണമാണ്. എന്നാൽ തന്നെ എളിമപ്പെടുത്തുക, പരിശുദ്ധ അമ്മ എളിമപ്പെടുത്തിയത് ഒരു ദൈവപുത്രൻ്റെ അമ്മയാവുക എന്നുള്ള വലിയ പദവിയിലേക്ക് പരിശുദ്ധ അമ്മയെ ഉയർത്തിയപ്പോൾ അമ്മ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റു പറയാനുള്ളത്, ഇതാ കർത്താവിൻ്റെ ദാസി. അത്രമാത്രം തൻ്റെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അങ്ങനെ എവിടെയാണോ നാം നമ്മുടെ സ്റ്റാറ്റസിനെ താഴ്ത്തുന്നത് അവിടെയാണ് കൃപ ഒഴുകുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫാദർ തോമസിനും സംഭവിച്ചത് തന്നെയാണ്. തൻ്റെ ആ സ്റ്റാറ്റസിനെ ലോ ചെയ്തു. ഈശോയ്ക്ക് പൂർണ്ണമായി അടിയറ വെച്ച് തൻ്റെ ആഗ്രഹങ്ങളെ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ അൾത്താരയിൽ സമർപ്പിക്കുന്നത് പോലെ തന്നെ തൻ്റെ ആഗ്രഹത്തെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷ എഴുതാൻ പോകുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പറഞ്ഞു, അങ്ങയുടെ നാമത്തെ ഞാൻ ഈ കൃപാസന അൾത്താരയിൽ വന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നാമം മഹത്വപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ള ഒരു സ്റ്റെപ്പ് അദ്ദേഹം എടുത്തു വെച്ചപ്പോഴാണ് ഈശോ വളരെ സന്തുഷ്ടനായി അദ്ദേഹത്തിന് വലിയ കൃപ നൽകിയിരിക്കുന്നു. 2 പ്രാവശ്യം പരീക്ഷയിൽ തോറ്റെങ്കിലും തൻ്റെ സഹോദരനെ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി ഇവിടെ വന്ന് അവർ നന്ദി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അതും കൂടി ഒരു വലിയ അത്ഭുതമായിരുന്നു. തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ജീവിതത്തിൽ തന്നെ തൻ്റെ സഹോദരന് ഒരു വലിയ അത്ഭുതമുണ്ടായപ്പോഴാണ് ഈശോ അന്ന് തൊട്ടതും ഇന്ന് തൊടുന്നതും ഒരുപോലെ തന്നെയാണ്. പരിശുദ്ധ അമ്മ കാനായിൽ വിവാഹവിരുന്നിൽ ചെയ്ത അത്ഭുതം തന്നെയാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനുമായി ഈശോയുമായി ഉടമ്പടി ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുതം സെയിം ആണെന്ന് ഈ അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ എത്ര തന്നെ തോറ്റുപോയാലും അദ്ദേഹം പറഞ്ഞതുപോലെ 8ാമത്തെ മഹാത്ഭുതം എന്നിലൂടെ സംഭവിക്കുമെന്നല്ല ആരെല്ലാം കളിയാക്കിയാലും അതൊരു വലിയ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ചെറിയ തലവേദന പോലും മാറുന്നത് ഈശോ എനിക്ക് വേണ്ടി ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങളൊന്നും തന്നെ ചെറുതും വലുതുമല്ല. അച്ഛനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് ഈശോയെ എത്തിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സന്യസ്തർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സമർപ്പിക്കാം.